വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ കീഴ്പ്പെടുത്തിയതിന് പിന്നാലെ അമിത ആത്മവിശ്വാസത്തോടെ ട്രംപിന്റെ ഭീഷണികൾ തുടരുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഓരോന്നായി കീഴ്പ്പെടുത്താനാണ് തന്റെ പദ്ധതി എന്ന നിലയിലാണ് ട്രംപിന്റെ പ്രസ്താവനകൾ. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം, ഇറാനിൽ ഞങ്ങൾ ഇടപെടും എന്നിങ്ങനെ ട്രംപിന്റെ ആക്രമണ ഭീഷണികൾ തുടരുകയാണ്. ട്രംപിനെ നിയന്ത്രിക്കാൻ ആരുമില്ലേ ലോകത്ത്? ആദ്യം RDX റാപ്പ് കാണാം. വെനസ്വേലയിൽ ഡെൽസി റോഡ്രിഗസിന്റെ നേതൃത്വത്തിലുള്ള വെനസ്വേലിയൻ ഇടക്കാല ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തുകയാണ് ട്രംപ്. താനാണ് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പോലും ട്രംപ് അവകാശപ്പെടുന്നു. വെനസ്വേലിയൻ എണ്ണ അവിടുത്തെ ജനങ്ങളുടെയും അമേരിക്കൻ ജനതയുടെ വികസനത്തെ ഉപയോഗപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ക്യൂബ, കൊളംബിയ, മെക്സിക്കോ തുടങ്ങി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെല്ലാം നേരെ US-ന്റെ നീക്കമുണ്ടാകുമെന്ന വിധമാണ് ട്രംപിന്റെ പ്രസ്താവനകൾ. മയക്കുമരുന്നും എണ്ണയുമെല്ലാമാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നേരെയുള്ള നീക്കങ്ങൾക്ക് കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണമെന്ന അവകാശവാദവും നിരന്തരം ട്രംപ് ഉന്നയിക്കുന്നു. അതിനായി പ്രത്യേക സൈന്യത്തെ അയക്കാൻ ട്രംപ് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തങ്ങളുടെ അധീനതയിലുള്ള ഗ്രീൻലാൻഡ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് യൂറോപ്യൻ രാഷ്ട്രമായ ഡെൻമാർക്ക്. ഇറാനെതിരെയാണ് ട്രംപിന്റെ മറ്റൊരു പടയൊരുക്കം. ഇറാനിലെ ജനകീയ പ്രക്ഷോഭകരെ പിന്തുണച്ച് ഭരണമാറ്റമാണ് അമേരിക്ക ലക്ഷ്യവെക്കുന്നതെന്ന ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. ഇതുകൂടാതെ റഷ്യയ്ക്കും അവരുമായി സഹകരിക്കുന്ന ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമെല്ലാമെതിരായ ട്രംപിന്റെ താരിഫ് യുദ്ധവും തുടരുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം, വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ട്രംപ് ഞാനാണ് എന്ന് ട്രംപ് പറഞ്ഞാണ്. വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് ട്രംപ് ചിത്രം പങ്കുവച്ചു സോഷ്യൽ മീഡിയയിൽ. ട്രൂത്ത് സോഷ്യലിൽ വിക്കിപീഡിയ പേജിൻ്റെ എഡിറ്റഡ് ചിത്രം പങ്കുവച്ചാണ് ട്രംപിൻ്റെ ഈ അവകാശവാദം ഉണ്ടായത്. പ്രൊഫൈലിൽ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന സ്ക്രീൻഷോട്ടും ഇയാൾ ചേർത്തു, ട്രംപ് ചേർത്തു. 2026 ജനുവരി മുതൽ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ് ചിത്രത്തിൽ ഉള്ളത്. US-ൻ്റെ 45ാമത്തെയും 47ാമത്തെയും പ്രസിഡന്റ് പദവി ചേർത്തിരിക്കുന്നത് ഇതിനും താഴെയായിട്ടാണ് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആണ് നിലവിൽ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് ഉള്ളത്. ഡെൽസി റോഡ്രിഗസ് US-മായി ഒരു കരാറിലെത്താൻ ക്യൂബ എത്രയും വേഗം തയ്യാറാകണം എന്ന ഭീഷണി കലർന്ന ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അദ്ദേഹം കരാറിന് തയ്യാറല്ലെങ്കിൽ ഇനി മുതൽ ക്യൂബയിലേക്ക് എണ്ണയോ പണമോ എത്തില്ല എന്നും ട്രംപ് പറഞ്ഞു. ക്യൂബ നിലനിൽക്കുന്നത് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയും പണവും ഉപയോഗിച്ചാണെന്ന് ട്രംപ് പറയുന്നു. പകരം 2 വെനസ്വേലൻ ഏകാധിപതികൾക്ക് ക്യൂബ സുരക്ഷാ സേവനം നൽകി എന്ന ആരോപണവും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ക്യൂബ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്ന് പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് ഇതിന് മറുപടി നൽകി. എന്ത് ചെയ്യണമെന്ന് ആരും നിർദ്ദേശിക്കേണ്ട, എല്ലാം നേരിടാൻ സജ്ജമാണ് എന്ന് ക്യൂബൻ പ്രസിഡന്റ് ഇന്ന് ട്രംപിൻ്റെ ഈ വർത്തമാനത്തിന് മറുപടി കൊടുത്തു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ പദ്ധതി ഒരുക്കാൻ ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഗ്രീൻലാൻഡിലേക്ക് ജോയിൻറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിനോടാണ് പദ്ധതി തയ്യാറാക്കാൻ ട്രംപ് നിർദ്ദേശിച്ചത്. നടപടി നിയമവിരുദ്ധമാണ്, US കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിക്കില്ല എന്ന് സൈനിക മേധാവികൾ നിലപാട് സ്വീകരിച്ചു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കൽ പദ്ധതിക്ക് പിന്നിൽ ട്രംപിൻ്റെ രാഷ്ട്രീയ ഉപദേശകൻ സ്റ്റീഫൻ മില്ലറുടെ ആശയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ലോകം. താൻ ആദ്യമൊരു ഈസി ഡീൽ വെക്കുമെന്ന് ട്രംപ്, വഴങ്ങിയില്ലെങ്കിൽ ഡീൽ കടുത്തതാകും എന്നാണ് ട്രംപ് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ പറയുന്നത്. US-ൻ്റെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് US-ൻ്റെ ഭാഗമാകേണ്ടതുണ്ട് എന്നതാണ് ട്രംപിൻ്റെ നിലപാട്. US സ്വന്തമാക്കിയില്ലെങ്കിൽ ചൈനയോ റഷ്യയോ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്നും ട്രംപ് പറയുന്നു. ഗ്രീൻലാൻഡിനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല, വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചാണ് ഡെൻമാർക്ക് നിൽക്കുന്നത്. കൊളംബിയ ആക്രമിക്കാൻ നല്ല സമയമാണെന്നും വെനസ്വേലൻ ആക്രമണത്തിന് പിന്നാലെ ട്രംപ് പറഞ്ഞിരുന്നത് ലോകത്തിന് ഓർമ്മയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക്. മെക്സിക്കോയിൽ നിന്ന് ലഹരി ഒഴുകുന്നു, മെക്സിക്കോയ്ക്കെതിരെയും എന്തെങ്കിലും ചെയ്യും എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇറാന് നേരെ പലതവണ ട്രംപിൻ്റെ ഭീഷണിയുണ്ടായി. ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇടപെടും എന്ന് ഇറാനോട് പറഞ്ഞു. ഇറാൻ ചർച്ച ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ട്രംപ് പറഞ്ഞു. അതിനു മുമ്പ് നടപടി ഉണ്ടാകാമെന്നും ഭീഷണി അവിടെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. നമുക്ക് പെട്ടെന്ന് ഉള്ള സമയത്ത് പെട്ടെന്ന് രുചീഷ് വി രവീന്ദ്രനിലേക്ക് പോകാം. രുചീഷ് വി രവീന്ദ്രൻ്റെ വിശകലനങ്ങളുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രുചീഷ്, ഇതിപ്പോൾ ലോകത്തെ മുഴുവൻ ഒരാളൊരു ബുള്ളി എന്ന മട്ടിൽ നിന്നിട്ട് ചില ക്ലാസ് മുറികളിൽ ഉണ്ടാകില്ല ഒരു വലിയ എല്ലാവരെയും ഭീഷണിപ്പെടുത്തൊരു പയ്യൻ, അതുപോലെ നിന്നിട്ട് ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ആയുധമെടുത്ത് തന്നെയും പ്രയോഗിക്കും എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഈ മഡൂറോയെ നേരെ അറസ്റ്റ് ചെയ്ത് ഈ തടങ്കലിൽ വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വെറും ഭീഷണിയാണ് എന്ന് കാണാനും സാധ്യമല്ല. ഇദ്ദേഹം ലോകത്താരും എതിർക്കാനില്ലാതെ വിമർശിക്കാനില്ലാതെ ഇങ്ങനെ ഈ ആളുകളോട് ഇങ്ങനെ വല്ലാത്ത മോശം കാര്യങ്ങൾ പറയുന്നത് തുടരുകയാണ് അല്ലേ? അതാണ് സനീഷ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മുൻപ് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു സമയത്ത് മാർട്ടിൻ നിമോളറുടെ ഒരു വിഖ്യാതമായ വാക്കുണ്ടല്ലോ, ഈ ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വന്നു, അന്ന് ഞാനൊന്നും മിണ്ടിയില്ല, രണ്ടാമത് അവർ സോഷ്യലിസ്റ്റുകളുടെ നേരെ വന്നു എന്ന് തുടങ്ങുന്ന ആ വാക്ക്, അതിൻ്റെ ഒരു ആവർത്തനം എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. കാരണം നമുക്കറിയാം ക്യൂബയുടെ നേതൃത്വത്തിൽ ലാറ്റിൻ അമേരിക്കയിലാകെ വളരെ വർഷങ്ങൾക്കാലമായി പതിറ്റാണ്ടുകളായി ഇത്തരത്തിൽ അമേരിക്കൻ വിരുദ്ധ ചേരികൾ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശക്തമായ ഒരു ചേരി എന്ന് പറയുന്ന ഒരു സഖ്യത്തിലേക്ക് വന്ന ഒരു രാജ്യമാണ് വെനസ്വേല. അത്
ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തിൽ അത് ശക്തമായിരുന്നു. അതിനുശേഷം പിന്നീട് നിക്കോളാസ് മഡൂറോ അത് തുടരുകയും ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ. ആ ഇടത് രാഷ്ട്രീയമുള്ള ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളെയൊക്കെ നേരത്തെ തന്നെ അമേരിക്ക ലക്ഷ്യമിടുന്നതാണ്. ട്രംപ് വന്നതോടുകൂടി അതിന് കുറച്ചുകൂടി ശക്തി കൂടി എന്ന് പറയാം. ഒരുപക്ഷെ ട്രംപിനൊപ്പം മാർക്കോ റൂബിയോ കൂടി ചേരുമ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി കടന്നു വരുന്നത്. കാരണം മാർക്കോ റൂബിയോ ഫ്ലോറിഡയിൽ നിന്നുള്ള ഒരു അംഗമാണ്. ആ അർത്ഥത്തിലാണ് ട്രംപുമായി അടുത്ത ബന്ധം. ഫ്ലോറിഡയും ക്യൂബയും തമ്മിൽ വളരെ ചെറിയൊരു ദൂരം മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാ കാലത്തും ഫ്ലോറിഡയിലുള്ള ആളുകൾക്ക് എക്കാലവും ക്യൂബ ഒരു ഭീഷണിയായി നിൽക്കുന്ന ഒരു ബാല്യകാലം മാർക്കോ റൂബിയോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിദഗ്ധരൊക്കെ ഈ മാർക്കോ റൂബിയോയുടെ ഒരു ചിന്തയാണ് ട്രംപിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന തരത്തിലേക്ക് കൂടി വിശകലനം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംഘടനകൾക്കും, അത് ഐക്യരാഷ്ട്ര സഭയ്ക്കാകട്ടെ മറ്റേതെങ്കിലും സൗഹൃദ രാജ്യങ്ങൾക്കാകട്ടെ അമേരിക്കയുടെ ഒപ്പമുള്ള രാജ്യങ്ങൾക്കാകട്ടെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തുടക്കത്തിൽ നമ്മൾ കണ്ടത് നമ്മൾ ഇത് അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. അതൊരു ഭരണാധികാരിയെ ആക്രമിക്കുന്നു, അവിടെ നിന്ന് ആ പ്രസിഡന്റിനെയും ഭാര്യയും കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഏകദേശം അത് വെനസ്വേലയിൽ ഒതുങ്ങും എന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷെ അവിടെയും ട്രംപ് നിർത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം വെനസ്വേലയും ക്യൂബയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. വെനസ്വേല എണ്ണ നൽകുന്നത്, ക്യൂബയ്ക്ക് എണ്ണ നൽകുന്നുണ്ട്, അതോടൊപ്പം സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. ക്യൂബയാകട്ടെ അവരുടെ ഡോക്ടർമാരെ വെനസ്വേലയ്ക്ക് നൽകുന്നുണ്ട്. പകരം മഡൂറോയുടെ സുരക്ഷാ അംഗരക്ഷകർ പോലും ക്യൂബൻ ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ 32ഓളം സൈനികരാണ് ഈ ആക്രമണത്തിൽ പോലും ക്യൂബയ്ക്ക് നഷ്ടമായത്. നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പോലും ഇപ്പോൾ ഗ്രീൻലാൻഡിലേക്ക് പോകുന്നു. അതോടൊപ്പം ഏത് ഇറാനിലെ ഈ സമരങ്ങൾക്ക് പോലും അമേരിക്കയാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന തരത്തിലേക്ക് കൂടി ഇത് വിശകലനമുണ്ട്. അത് ഏത് തരത്തിലൊരു ഭ്രാന്തൻ നയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അത് മാർപ്പാപ്പയാകട്ടെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയാകട്ടെ ആർക്കും തടയാനാകുന്നില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. നിശ്ചയമായിട്ടും അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിപ്പോൾ ലോകത്ത് ഇദ്ദേഹത്തിൻ്റെ പിടിവാശിയും ഇത്തരം മണ്ടൻ തീരുമാനങ്ങളും നിലപാടുകളും വലിയ ഒരു ലോകത്തിനാകെ തന്നെയും വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഭയപ്പെടുന്ന ആളുകൾ വലിയ തോതിലുണ്ട്. അത് ലോകരാഷ്ട്രീയത്തെ വളരെ സജീവമായിട്ടും വളരെ ഗൗരവത്തോടെയും ശ്രദ്ധിക്കുന്ന, ലോകരാഷ്ട്രീയത്തെ നമ്മൾക്കാർക്കും സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് വിശകലനം ചെയ്യാൻ കഴിയുന്ന മനുഷ്യരടക്കം ഇത് വലിയ കുഴപ്പത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോവുക എന്ന് വിചാരിക്കുന്നുണ്ട്. അമേരിക്ക മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അമേരിക്ക അവരുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന, അമേരിക്കയിലെ ശരിയായ രാഷ്ട്രീയക്കാർ, കൊള്ളാവുന്ന രാഷ്ട്രീയക്കാർക്ക് അവർക്കറിയാവുന്നൊരു ചരിത്രമാണ് വിയറ്റ്നാമിൻ്റേത്. വിയറ്റ്നാമിൽ പോയിട്ട് ഇതുപോലെ യുദ്ധം ചെയ്യാൻ നിന്നതാണ് അമേരിക്ക. അവർക്ക് വലിയ തിരിച്ചടിയാണ്, രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടും ഒക്കെ താരതമ്യേന ചെറിയ ഒരു രാജ്യത്തിൽ നിന്ന് വലിയ തിരിച്ചടിയാണ്. എക്കാലത്തേക്കും അവർക്ക് മറക്കാനാകാത്ത വൻപൻ പരാജയമാണ് അമേരിക്കക്ക് ആ നിലക്കുണ്ടായത്. 58,000 സൈനികരെയാണ് അവർക്ക് അമേരിക്കക്ക് നഷ്ടമായത്. ബില്യൺസ് ഓഫ് ഡോളർ, ഒരുപാട് തുക അവർക്ക് നഷ്ടമായി. രാഷ്ട്രീയമായിട്ട് അവർക്കുണ്ടായിരുന്ന ഒരു ആധിപത്യം ലോകത്താകെ തന്നെയും വലിയ ക്ഷീണമുണ്ടാകുന്ന നിലയിലേക്ക് പോയി. അമേരിക്കക്കകത്ത് തന്നെ ജനങ്ങൾ അമേരിക്കയുടെ ഈ തീരുമാനത്തെ, വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തെ എതിർത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി. അപ്പോൾ അമേരിക്കയുടെ വലിയ ദീർഘമായ കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടും ഏറ്റവും വലിയ പരാജയവുമായിരുന്നു വിയറ്റ്നാമിലേത്. അതായത് വിയറ്റ്നാമിൽ അങ്ങോട്ട് നിന്ന് കുഴപ്പമുണ്ടാക്കാൻ ചെന്നാൽ ആ നാട്ടിലെ ആളുകൾ എത്രത്തോളം ദരിദ്രരായിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്താൽ അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും വലിയ യുദ്ധത്തിലേക്ക്, എത്ര വലിയ ശക്തനാണെങ്കിൽ തന്നെയും അവർക്കെതിരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും ചെയ്യും എന്ന പാഠം അമേരിക്ക ഒരു തവണ പഠിച്ചതാണ്. ഇപ്പോൾ മഡൂറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു, ആ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ഞാനാണ് എന്ന് ഇങ്ങനെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നത് ഏത് നിലക്കാണ് ആ നാട്ടിലെ മനുഷ്യരുടെ അന്തസ്സിനെ ഉണർത്തുക? അന്തസ്സുണർന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോയാൽ ഏത് രാജ്യത്തെയും ആളുകൾ വലിയ രാജ്യസ്നേഹത്തോടൊക്കെ ഒന്നിച്ചു നിൽക്കുകയും മറ്റും ചെയ്യും, ആവും വിധം പോരാടുകയും ചെയ്യും. അതിപ്പോൾ സൈനികമായിട്ട് വിയറ്റ്നാമിൽ നടന്ന പോലെ ആയിരിക്കണമെന്നില്ല, ആണെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുക. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധി ട്രംപിനില്ല എന്ന് കണക്കാക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും ചരിത്രം അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സൈനികമായിട്ടോ ഉള്ള യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ നടക്കുന്നത് ലോകത്തിനാകെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതുകൊണ്ട് ട്രംപിൻ്റെ മണ്ടൻ നയങ്ങൾ, ഇത്തരം തുടരുന്ന കാര്യങ്ങൾ പൊതുവിൽ ലോകത്തിനാകെ തന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന ആലോചനയുള്ള ആളുകളാണ് രാഷ്ട്രീയത്തെ വയസ്സായിട്ട് സമീപിക്കുന്ന ആളുകൾ, ബുദ്ധിപരമായിട്ട് സമീപിക്കുന്ന ആളുകൾ. വെനസ്വേലയുടെ എണ്ണ, ഗ്രീൻലൻഡിൻ്റെ ധാതുസമ്പത്തും പ്രകൃതി വിഭവങ്ങളും ട്രംപ് ഇങ്ങനെ ഓരോന്നായി ലക്ഷ്യം വെച്ച് അവയെല്ലാം പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ്. വെനസ്വേലൻ എണ്ണയുടെ കാര്യത്തിൽ ട്രംപിൻ്റെ പദ്ധതികൾ ഏറെക്കുറെ വിജയം കണ്ടേക്കുമെന്നാണ് വിലയിരുത്തൽ. സൈന്യത്തെ കൂട്ടുപിടിച്ച് മറ്റ് രാജ്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളും ട്രംപ് വേഗത്തിലാക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കീഴ്മേൽ മറിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ഇത്തരം ഇടപെടലുകൾ നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? ആര് നിയന്ത്രിക്കും എന്നതാണ് ബാക്കിയാകുന്ന ചോദ്യം.